നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിഗ്രി ക്ലാസ്സുകളിലേക്ക് എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ജനറൽ എക്കണോമിക്സിലെ 5ാമത്തെ ബ്ലോക്കിലെ 4ാമത്തെ യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ 4ാമത്തെ യൂണിറ്റിന്റെ പേര് റോൾ ഓഫ് എക്കണോമിക് സെക്ടേഴ്സ് എന്നാണ് ഈ ഒരു യൂണിറ്റിന്റെ പേര്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വിവിധ മേഖലകളും ആ മേഖലകളുടെയൊക്കെ സാമ്പത്തിക മേഖലയ്ക്കുള്ള പങ്കും അല്ലെങ്കിൽ സാമ്പത്തിക രംഗത്ത് ഉള്ള പങ്ക്, പ്രാധാന്യം, ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് നോക്കാം റോൾ ഓഫ് അഗ്രികൾച്ചർ ഇൻ ഇന്ത്യൻ ഇക്കോണമി. ഇന്ത്യ ഒരു കാർഷിക സമ്പദ് വ്യവസ്ഥയാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിച്ചു വരുന്ന ഒന്നാണ് ഇന്ത്യ ഒരു കാർഷിക സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയുടേത് എന്നുള്ളത്. അപ്പൊ ഇന്ത്യയിലെ 58% ജനങ്ങളും കാർഷിക മേഖലയെ ഉപാസിച്ചാണ് ജീവിക്കുന്നത്. കാർഷിക മേഖലയും അതുപോലെ കൃഷി അധിഷ്ഠിതമായിട്ടുള്ള മറ്റു മേഖലകളെയും മൃഗ പരിപാലനം തുടങ്ങിയ മേഖലകളെയൊക്കെ ഉപജീവിച്ചാണ് മനുഷ്യരുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത്, ഇന്ത്യയിലെ ജനങ്ങളുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ തൊഴിലിലെ കാർഷിക മേഖല മികച്ചു നിൽക്കുന്നതിന്റെ ചില കാരണങ്ങളാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തേത് തൊഴിൽ തന്നെയാണ്. 54.6% തൊഴിലാളികള് കൃഷിയും അതുപോലെ കൃഷി അനുബന്ധ തൊഴിൽ മേഖലകളിലുമാണ് തൊഴിലെടുക്കുന്നത്, ഉപജീവന മാർഗം കണ്ടെത്തുന്നത്. ഇനി ഭക്ഷ്യ സുരക്ഷിതത്വമാണ് ഈ മേഖലയുടെ മറ്റൊരു പ്രത്യേകത അല്ലെങ്കിൽ പ്രാധാന്യം എന്ന് പറയുന്നത്. ഭക്ഷണം ഒരു മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങളിൽ ഒന്നാണ്. അപ്പോ ഇന്ത്യൻ ജനതയ്ക്ക് ഭക്ഷ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നത് നമ്മുടെ ഭക്ഷ്യ മേഖലയാണ്, അല്ലെങ്കിൽ കാർഷിക മേഖല തന്നെയാണ്. അതുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ടർ എന്ന് പറയുന്നത്, ഒരു പ്രാഥമികമായിട്ടുള്ള സെക്ടർ എന്ന് പറയുന്നത്, അത് തീർച്ചയായിട്ടും കാർഷിക മേഖല തന്നെയാണ്. ഇനി കയറ്റുമതി, നമ്മുടെ ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇനം എന്ന് പറയുന്നത് കാർഷിക വസ്തുക്കൾ തന്നെയാണ്. അത് മറ്റു ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സോ ഒന്നുമല്ല, അത് പ്രധാനമായിട്ടും ടെക്നോളജി ഒന്നുമല്ല, അത് പ്രധാനമായിട്ടും എന്താണ്, അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് തന്നെയാണ്. ഇനി ഗ്രാമീണ വികസനമാണ് മറ്റൊന്ന്. അത് എന്താണെന്ന് വെച്ചാൽ കൃഷി പ്രധാനമായിട്ടും ഗ്രാമീണ മേഖലയിലാണ് കൃഷിയുള്ളത്. നഗര മേഖലയിൽ അല്ലെങ്കിൽ അത് അല്പം കൂടി വ്യവസായ അധിഷ്ഠിതമായിരിക്കും. അപ്പൊ ഗ്രാമീണ മേഖലയുടെ വളർച്ച സാധ്യമാകുന്നത് ഈ കൃഷിയുടെ വളർച്ചയിലൂടെയാണ്. അപ്പോൾ അത് ഗ്രാമീണ മേഖലയെ അപ്ലിഫ്റ്റ് ചെയ്യുന്നതിന് കൃഷി സഹായിക്കുന്നുണ്ട്. ഇനി വ്യവസായങ്ങൾക്കൊക്കെയുള്ള അസംസ്കൃത വസ്തുക്കള് ഈ കാർഷിക മേഖലയിൽ നിന്ന് തന്നെയാണ് കിട്ടുന്നത്. അതായത് ഇപ്പോ തുണി വ്യവസായമാണെങ്കിൽ അതിനു വേണ്ട അടിസ്ഥാന റോ മെറ്റീരിയൽ ആയിട്ടുള്ള പരുത്തി, അങ്ങനെയുള്ള വസ്തുക്കള് എല്ലാം തന്നെ ലഭിക്കുന്നത് കാർഷിക മേഖലയിൽ നിന്ന്. ഇനി മറ്റു പല വ്യവസായങ്ങളും പലപ്പോഴും കൃഷി അധിഷ്ഠിത വ്യവസായങ്ങൾ തന്നെ ഇന്ത്യയിൽ കൂടുതലായിട്ട് ഉണ്ട്. ഇനി മറ്റൊന്ന് GDP-യിലേക്ക് പ്രധാനമായിട്ടുള്ള സംഭാവന ചെയ്യുന്ന ഒരു മേഖലയാണ് ഇന്ത്യയിൽ അഗ്രികൾച്ചറൽ സെക്ടർ എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയില് ഇന്ത്യൻ ഇക്കോണമിയിലെ ഇൻഡസ്ട്രികളുടെ അല്ലെങ്കിൽ വ്യവസായങ്ങളുടെ പങ്ക് എന്താണെന്ന് നോക്കാം. 30% ജനങ്ങള് ഈ ഇൻഡസ്ട്രിയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്, വ്യവസായങ്ങളെ ആശ്രയിച്ചിട്ടാണ് ജീവിക്കുന്നത്. സ്വാഭാവികമായിട്ടും അത് നഗരമേഖലയിലുള്ള ജനങ്ങൾ അല്ലെങ്കിൽ അർബൻ പീപ്പിൾ തന്നെ ആയിരിക്കും. അപ്പൊ ദേശീയ വരുമാനം പെട്ടെന്ന് ഉയർത്തുന്നതിന് ഇത് സഹായിക്കുന്നുണ്ട്. കൂടാതെ ധാരാളം തൊഴിൽ സൃഷ്ടിക്കുന്ന, വൈവിധ്യമുള്ള തൊഴിലുകൾ സൃഷ്ടിക്കുന്നത് ഈ മേഖലയാണ്. പ്രത്യേകിച്ച് നമ്മളുടെ സേവന മേഖല ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആക്കുന്നത്, അല്ലെങ്കിൽ സേവന മേഖലയുടെ ആവശ്യം ഏറ്റവും കൂടുതൽ ഈ ഒരു വ്യവസായ മേഖലയുമായി അനുബന്ധമായിട്ടുള്ള ഒരു വികസനത്തിന്റെ ഭാഗമാണ്. ഇനി അടിസ്ഥാന സൗകര്യ വികസനം മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. അന്തർദേശീയ വ്യാപാരത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് വ്യവസായ മേഖലയുടെ വളർച്ച തന്നെയാണ്. ഇനി അസംസ്കൃത വസ്തുക്കൾ മെച്ചപ്പെട്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നത് ഈ വ്യവസായ മേഖലയിലാണ്. നമ്മൾ കാർഷിക മേഖലയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കളാണെങ്കിലും അത് ഭംഗിയായ രീതിയിൽ പ്രോസസ്സ് ചെയ്തിട്ട് അത് ഉപയോഗപ്പെടുത്തുന്നത് ഈ പറയുന്ന വ്യവസായ മേഖലയിലാണ്. ഇനി പ്രാദേശിക വികസനം കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് വ്യവസായ മേഖലയുടെ വളർച്ചയിലൂടെയാണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. കൂടാതെ മെച്ചപ്പെട്ട ജീവിത നിലവാരം, ക്വാളിറ്റി ഓഫ് ലൈഫ്
വികസിപ്പിക്കുന്നത്, വർദ്ധിപ്പിക്കുന്നത് വ്യവസായ മേഖലയുടെ വളർച്ച കൊണ്ടാണ്. ഇനി മറ്റൊരു മൂന്നാമത്തെ മേഖല എന്ന് പറയുന്നത് സേവന മേഖലയാണ്. അത് നമുക്ക് നോക്കാം. സേവന മേഖലയുടെ സമ്പദ് വ്യവസ്ഥയിലുള്ള പങ്ക് എന്താണെന്ന് നോക്കാം. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ സേവന മേഖല അതിവേഗം വളർച്ച പ്രാപിക്കുന്ന ഒരു പ്രവണത കാണാനിടയായി. നമുക്ക് അറിയാം 8.4% ജനങ്ങള് ഈ സേവന മേഖലയിലാണ് ഇന്ത്യയിൽ തൊഴിലെടുക്കുന്നത്. ഇപ്പൊ 2022 കണക്ക് പ്രകാരമാണ് 8.4% എന്താണ് ചെയ്യുന്നത്, സേവന മേഖലയിലാണ് തൊഴിൽ എടുക്കുന്നത്. അപ്പൊ GDP-യിലേക്കുള്ള ഒരു നല്ലൊരു പെർസെൻറ്റേജ് ഈ സേവന മേഖലയിൽ നിന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നുണ്ട്, ധാരാളമായിട്ടുള്ള തൊഴിലുകൾ സൃഷ്ടിക്കുന്നുണ്ട് എന്ന് മാത്രവുമല്ല സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള തൊഴിലുകളും അതുപോലെ ഉയർന്ന വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഉയർന്ന യോഗ്യതകൾ ആവശ്യമുള്ള പല തൊഴിലുകളും ഉൾക്കൊള്ളുന്നത് ഈ പറയുന്ന സേവന മേഖലയിലാണ്. അപ്പൊ അതുകൂടി അതിന്റെ ഒരു പ്രധാനമാണ്. എന്ന് വെച്ചാല് ഇത് വൈവിധ്യങ്ങളുടെ ഒരു ഹബ്ബാണ്, ഒരു ഡൈവേഴ്സിറ്റീസിന്റെ ഒരു ഹബ്ബായിട്ടാണ് ഈ സേവന മേഖല പ്രവർത്തിക്കുന്നത്. ഇനി അടിസ്ഥാന സൗകര്യ വികസനവും നേരിട്ടുള്ള വിദേശ നിക്ഷേപവും ഒക്കെ ധാരാളമായിട്ട് വരുന്ന ഒരു മേഖലയാണ് സേവന മേഖല. അപ്പൊ നമുക്ക് ഇത്രയാണ് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത്. ഇത് കമ്പാരിറ്റീവ്ലി ഒരു ചെറിയ യൂണിറ്റ് ആണ്. അപ്പൊ ഇവിടെ വരുന്ന പോയിന്റ് പക്ഷെ വളരെ എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇന്ത്യയിലെ എക്കണോമിക് സെക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. പ്രാഥമിക, ദ്വിതീയ, തൃതീയ സെക്ടേഴ്സ് നമ്മൾ ചെറിയ ക്ലാസ് മുതൽ പഠിച്ചു വരുന്നതാണ്. അതില് കാർഷിക മേഖല അതിന്റെ പ്രാധാന്യം, വ്യവസായ മേഖല അതിന്റെ പ്രാധാന്യം, അതുപോലെ തന്നെ സേവന മേഖല അതിന്റെ പ്രാധാന്യം, ഇത്രയുമാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിച്ചത്. താങ്ക് യു.